നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 13ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തതിലും UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ ഏറിയതിലും നാടെങ്ങും UDFിൻ്റെ നേതൃത്വത്തിൽ വിജയാഹ്ലാദ പ്രകടനങ്ങൾ. വിജയം പങ്കുവച്ചത് പായസം നൽകിയും ലഡു വിതരണം ചെയ്തു. വാദ്യമേളങ്ങൾ ആഹ്ലാദ പ്രകടനങ്ങൾക്ക് മാറ്റുകൂട്ടി. സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് പ്രവർത്തകർ പ്രകടനങ്ങളിൽ അണിനിരന്നു. മാത്തൂരിൽ ഇറാൻ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ 13 വൃക്ഷത്തൈകൾ നട്ട് മന്ത്രിസഭയെ വരവേറ്റു. ചെറുതുരുത്തിയിൽ ആഹ്ലാദ പ്രകടനത്തിനിടെ പടക്കം പൊട്ടി UDF പ്രവർത്തകന് പരിക്കേറ്റു. തൃശൂർ എരുമപ്പെട്ടി കടങ്കോട് മില്ല് സെന്ററിൽ UDF ആഹ്ലാദ പ്രകടനത്തിനിടെ പടക്കം തെറിച്ചു വീണ് വ്യാപാരിക്ക് പരിക്ക്. യുവാവിനെ ചുറ്റികൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സ്റ്റേഷൻ റൌഡിയും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ ജിതിനെ തൃശൂർ റൂറൽ പോലീസ് പിടികൂടി. പ്രതി റിമാൻഡിൽ. സാക്ഷിയെ ആക്രമിച്ച കേസിൽ 9ഓളം ക്രിമിനൽ കേസിലെ പ്രതിയായ സ്റ്റേഷൻ റൌഡി ജാസിമിനെ പോലീസ് പിടികൂടി. ഷൊർണൂർ ഗുരുവായൂരപ്പൻ നഗറിൽ അടച്ചിട്ട് വീടിന്റെ പൂട്ട് തകർത്ത് പണവും വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറും മോഷ്ടിച്ച കേസിലെ പ്രധാന പ്രതി ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് കഞ്ചാവ് വിൽക്കാനായി എത്തിയ യുവാവ് കോങ്ങാട് പോലീസിന്റെ വലയിൽ. കുന്നംകുളം പാറയമ്പാടത്ത് സ്വകാര്യ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. എരുമപ്പെട്ടി സ്വദേശി പണിക്കെ വീട്ടിൽ 73 വയസ്സുള്ള കുഞ്ഞുമൈദീൻ ആണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. VD സതീശനും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ ഭാഗമായി ആഘോഷം പങ്കുവച്ച് ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കടയം മുതൽ കുളപ്പള്ളി സെന്റർ വരെ ആഹ്ലാദ പ്രകടനം നടത്തി. മുഖ്യമന്ത്രിയായി VD സതീശനും മറ്റു മന്ത്രിമാരും തിരുവനന്തപുരത്ത് സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ ഭാഗമായാണ് ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആഹ്ലാദ പ്രകടനം കഴിഞ്ഞ രാത്രിയിൽ സംഘടിപ്പിച്ചത്. കണയം സെന്ററിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം കുളപ്പള്ളിയിൽ സമാപിക്കുകയായിരുന്നു. വാദ്യമേളങ്ങളുടെയും പടക്കം പൊട്ടിച്ചുമായിരുന്നു ആഹ്ലാദ പ്രകടനം. TK ബഷീർ, വിജയപ്രകാശ് ശങ്കർ, K ഉണ്ണികൃഷ്ണൻ, ശ്രീനിവാസൻ, അനിൽകുമാർ, വിൻസെന്റ്, അഡ്വക്കേറ്റ് വിനിത, ഇന്ദു, ലീല, ഗോപികൃഷ്ണൻ, ഉസ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. UDF മന്ത്രിസഭ അധികാരത്തിൽ വന്നതിൻ്റെ ആഹ്ലാദത്തിൽ UDF വള്ളത്തോൾ നഗർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. INTUCI വെട്ടിക്കാട്ട് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ പായസ വിതരണവും കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഡു വിതരണവും ഉണ്ടായിരുന്നു. കേരളത്തിൽ UDF മന്ത്രിസഭ അധികാരത്തിൽ കയറിയതോടനുബന്ധിച്ച് UDF വള്ളത്തോൾ നഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതുരുത്തിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. തിങ്കളാഴ്ച വൈകിട്ട് വെട്ടിക്കാട്ടി സെന്ററിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം കൊച്ചിൻ പാലത്തിന് സമീപമെത്തി തിരിച്ച് ചെറുതുരുത്തി സെന്ററിൽ സമാപിച്ചു. വെട്ടിക്കാട്ടി സെന്ററിൽ INTUC വെട്ടിക്കാട്ടി യൂണിറ്റിന്റെ പായസ വിതരണവും ചെറുതുരുത്തി സെന്ററിൽ ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഡു വിതരണവും നടന്നു. നൂറുകണക്കിന് സ്ത്രീകൾ അടങ്ങുന്ന UDF പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. VD സതീശന്റെ നേതൃത്വത്തിൽ 13ാമത് മന്ത്രിസഭാ രൂപീകരണം കോട്ടായിൽ UDF പ്രവർത്തകരുടെ ആവേശം അലതള്ളി. കോട്ടായി പെരുങ്കുളങ്ങരയിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം കോട്ടായി സെന്ററിൽ സമാപിച്ചു. ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും പൂർവ്വം പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള വാദ്യമേളങ്ങളുടെയും സംഗീത ധ്വനികളുടെയും അകമ്പടിയോടെ നടത്തിയ ഘോഷയാത്രയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. 1000 ലഡു വിതരണം നടത്തി. ആഹ്ലാദ പ്രകടനത്തിന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജകൃഷ്ണൻ മാസ്റ്റർ, മണ്ഡലം സെക്രട്ടറി PR രമേശ്, മറ്റു കോൺഗ്രസ് UDF നേതാക്കൾ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. 13ാമത് മന്ത്രിസഭാ രൂപീകരണത്തിൽ മാത്തൂരിൽ ഇറാം എഡ്യൂക്കേഷൻ വെൽഫെയർ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ 13 വൃക്ഷത്തൈകൾ നട്ടു. മാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV അബ്ദുൽ ഖാദർ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം സ്മിത ശ്രീജിത്ത്, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PN അബ്ബാസ് അലി, TS സിയാദീൻ, ലീല ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.
പരിസ്ഥിതി പ്രവർത്തകരായ ഷംസുദ്ദീൻ മാങ്കുറിശി, കെ റഹ്മാൻ, PM അപ്പുകുട്ടൻ, റസാഖ് പത്തിരിപ്പാല എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കുത്തന്നൂരിൽ UDFന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചു. ഘോഷയാത്രയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ പങ്കെടുത്തു. നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം VD സതീശന്റെ നേതൃത്വത്തിൽ 13ാമത് UDF മന്ത്രിസഭാ രൂപീകരണം. കുത്തന്നൂരിൽ UDF പ്രവർത്തകർക്കിടയിൽ ആഹ്ലാദം ആവേശത്തിവർപ്പിലായി. തിങ്കളാഴ്ച വൈകുന്നേരം കുത്തന്നൂർ കൽക്കുളം മുതൽ തോലന്നൂർ ജംഗ്ഷൻ വരെ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിന് വാദ്യമേളങ്ങളുടെയും സംഗീതധുനികളുടെയും അകമ്പടിയായി. ഘോഷയാത്രയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ പങ്കെടുത്തു. ലഡു വിതരണവും നടത്തി. ആഹ്ലാദ പ്രകടനത്തിന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹരിദാസൻ കുത്തന്നൂർ, പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന കാസിം, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തോലന്നൂർ ശശിധരൻ, മണ്ഡലം ഭാരവാഹികൾ, മറ്റു കോൺഗ്രസ് UDF നേതാക്കൾ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. VD സതീശന്റെ നേതൃത്വത്തിൽ 13ാമത് മന്ത്രിസഭാ രൂപീകരണത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പറളിയിൽ UDFന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. നിരവധി പ്രവർത്തകർ ആഘോഷ പ്രകടനത്തിൽ പങ്കാളികളായി. പറളിയിലെ ആഹ്ലാദ പ്രകടനത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MR ഗുരുവായൂരപ്പൻ, DCC ജനറൽ സെക്രട്ടറി KM അബ്ദുൽ ഖാദർ, KM അബ്ദുൽ സത്താർ, മണ്ഡലം ഭാരവാഹികൾ, മറ്റ് കോൺഗ്രസ് UDF നേതാക്കൾ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൃശൂർ എരുമപ്പെട്ടി കടങ്കോട് മില്ല് സെന്ററിൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടയിൽ പടക്കം പൊട്ടിച്ചതിനെ തുടർന്ന് വ്യാപാരിക്ക് പരിക്കേറ്റതായി പരാതി. മില്ല് സെന്ററിൽ മൊബൈൽ ഫോൺ ഷോപ്പ് നടത്തുന്ന ഷിഹാബിന്റെ കഴുത്തിലാണ് പടക്കം പൊട്ടിത്തെറിച്ച് വീണ് പരിക്കേറ്റത്. കടയുടെ മുന്നിലിട്ട് പടക്കം പൊട്ടിച്ചപ്പോൾ തെറിക്കുകയായിരുന്നു. ഷിഹാബ് ആശുപത്രിയിൽ ചികിത്സ തേടി. അശ്രദ്ധയോടെ അപകടകരമായ രീതിയിൽ പടക്കം പൊട്ടിച്ചതിന് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഷിഹാബ് എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തിയിൽ UDF ആഹ്ലാദ പ്രകടനത്തിനിടയിൽ പടക്കം പൊട്ടി UDF പ്രവർത്തകന് ചെറിയ തോതിൽ പരിക്കേറ്റു. ചെറുതുരുത്തി വട്ടപ്പറമ്പിൽ ഷഹീസിനാണ് പരിക്കേറ്റത്. UDF ആഹ്ലാദ പ്രകടനത്തിനിടയിൽ പടക്കം പൊട്ടി മധ്യവയസ്സിന് ചെറിയ തോതിൽ പരിക്ക് പറ്റി. ചെറുതുരുത്തി വട്ടപ്പറമ്പിൽ താമസിക്കുന്ന ഷഹീറിനാണ് കയ്യിൽ പരിക്ക് പറ്റിയത്. UDF വെള്ളത്തോൾ നഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന UDF ആഹ്ലാദ പ്രകടനത്തിലാണ് ഷഹീർ മാലപ്പടക്കം കയ്യിൽ പിടിച്ച് കത്തിക്കുകയും തുടർന്ന് പടക്കവുമായി കൈ മുകളിലേക്ക് പൊന്തിയപ്പോൾ പെട്ടെന്ന് പൊട്ടി ദേഹത്ത് വീഴുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. യുവാവിനെ ചുറ്റികൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സ്റ്റേഷൻ റൌഡിയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ ജിതിനെ തൃശൂർ റൂറൽ പോലീസ് പിടികൂടി. പ്രതി റിമാൻഡിലാണ്. സുഹൃത്തിനെ കാണിച്ചു കൊടുക്കാത്തതിനുള്ള വിരോധത്തിൽ യുവാവിനെ വീട്ടുമുറ്റത്ത് വെച്ച് ചുറ്റികൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയായ സ്റ്റേഷൻ റൌഡിയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ വരന്തരപ്പള്ളി കോരനോടി കമ്പുഴ വീട്ടിൽ 25 വയസ്സുള്ള ജിതിനെയാണ് തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായത്. കേസിലെ പ്രതിയായ ചേലൂക്കാരൻ വീട്ടിൽ 26 വയസ്സുള്ള അശ്വിൻ രാജിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ മാർച്ച് 29 രാത്രി 10:30 സംഭവം. വരന്തരപ്പള്ളി നൂറുകുളം വീട്ടിൽ ക്രിസ്റ്റോ എന്ന യുവാവിനാണ് മർദ്ദനമേറ്റത്. പ്രതികൾക്ക് ക്രിസ്റ്റോയുടെ ഒരു സുഹൃത്തിനോട് മുൻവൈരാഗ്യമുണ്ടായിരുന്നു. ഈ സുഹൃത്തിനെ കുറിച്ച് ചോദിച്ചാണ് പ്രതികൾ നൂറുകുളത്തുള്ള ക്രിസ്റ്റോയുടെ വീട്ടിലെത്തിയത്. എന്നാൽ സുഹൃത്തിനെ കാണിച്ചു തരാൻ തയ്യാറാകരുന്നതോടെയാണ് പ്രതികൾ അക്രമാസക്തരാകുകയായിരുന്നു. വീടിന് മുന്നിലെ റോഡിൽ വെച്ച് ക്രിസ്റ്റോയെ തടഞ്ഞു നിർത്തിയ പ്രതികൾ പരസ്യമായി മർദ്ദിക്കുകയും കയ്യിൽ കരുതിയിരുന്ന ചുറ്റിക കൊണ്ട് തലയ്ക്കും ശരീരത്തിനുമടിച്ച് പരിക്കേൽപ്പിക്കുമായിരുന്നു. ആക്രമണത്തിന് ശേഷം പ്രതികൾ സ്ഥലത്തു നിന്ന് മുങ്ങി. പ്രതികളിലൊരാളായ അശ്വിൻ രാജിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ജിതിനെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം വരന്തിരിപ്പള്ളി പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ച് നടത്തിയ ഊർജിത തിരച്ചിലിനൊടുവിലാണ് പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സാക്ഷിയെ ആക്രമിച്ച കേസ് 9ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയായ സ്റ്റേഷൻ റൌഡി ജാസിമിനെ പൊന്നാനിയിൽ നിന്നും പോലീസ് പിടികൂടി. പ്രതി റിമാൻഡിൽ. പ്രതിക്കെതിരെ സാക്ഷി പറയും എന്നതിനുള്ള വൈരാഗ്യത്തിൽ അതിക്രമിച്ച് കയറി ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിൽ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ സ്റ്റേഷൻ റൌഡിയെ തൃശൂർ റൂറൽ പോലീസ് പൊന്നാനിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. വരന്തരപ്പള്ളി പൗണ്ട് ശിവജി നഗർ സ്വദേശി പടിക്കത്തൊടി വീട്ടിൽ 39 വയസ്സുള്ള ജാസിമാണ് പിടിയിലായത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതിയിലാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ ഗുരുവായൂരപ്പൻ നഗറിൽ അടച്ചിട്ട വീടിന്റെ പൂട്ട് തകർത്ത് പണവും വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറും മോഷ്ടിച്ച കേസിലെ പ്രധാന പ്രതി ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. കോയമ്പത്തൂർ മേട്ടുപ്പാളയം സ്വദേശി നടരാജാണ് അറസ്റ്റിലായത്. കേസിൽ നേരത്തെ 3 പേർ അറസ്റ്റിലായിരുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിൽ 16 കുളപ്പള്ളി ഗുരുവായൂരപ്പൻ നഗറിലെ അടച്ചിട്ടിരുന്ന വീടിന്റെ പൂട്ട് തകർത്ത് അകത്തുകയറിയ പ്രതികൾ അലമാറയിൽ സൂക്ഷിച്ചിരുന്ന പണവും വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന 2008 മോഡൽ ഹോണ്ട ആക്ടിവ സ്കൂട്ടറും മോഷ്ടിച്ചത്. കേസിൽ അറസ്റ്റിലായ മറ്റു പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസിലെ പ്രധാന പ്രതിയായ നടരാജനിലേക്ക് എത്തിയത്. മോഷണം നടത്തിയ ശേഷം ഇയാൾ ബാംഗ്ലൂരിലേക്ക് കടന്നുകളയുകയാണ് രീതി. പോലീസ് പിന്തുടരാതിരിക്കാൻ പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ല. പ്രതിക്കായുള്ള അന്വേഷണത്തിനൊടുവിലാണ്
കഴിഞ്ഞ ദിവസം കോയമ്പത്തൂർ മേട്ടുപ്പാളത്തിൽ നിന്നും ഇയാളെ അതിസാഹസ്യമായി പിടികൂടിയത്. ദിവസങ്ങൾക്ക് മുൻപ് പ്രതി കാസർഗോഡ് ബേക്കൽ ഭാഗത്തു നിന്നും 45 പവൻ സ്വർണവും 35,000 രൂപയും മോഷണം നടത്തിയതായും പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. കേസിൽ മലപ്പുറം കരുവാരക്കുണ്ട് സ്വദേശികളായ അബ്ദുൽ സലാം, സുഹൈൽ, കാസർഗോഡ് ആലങ്കൊമ്പ് കൊപ്രപ്പറമ്പിൽ KP സിദ്ദിഖിനെയും നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ അറസ്റ്റിലായ നടരാജന് പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട്, തൃശൂർ എന്നീ ജില്ലകളിലും കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലുമായി 30-ലധികം കേസുകളുണ്ട്. ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം DYSP സാജു K. എബ്രഹാം, CIP വിഷ്ണു, SI KP അശ്വിൻ, SIമാരായ ബിനോയ് കുര്യാക്കോസ്, ബാബുരാജ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ T. സജീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സുജീഷ് ശേഖർ, ഡിൻഡു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്താനെത്തിയ പ്രതിയെ കോങ്ങാട് പോലീസ് പിടികൂടി. ഇയാളിൽ നിന്ന് 33.96 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. കോങ്ങാട് വീണ്ടുപാറ മംഗലത്ത് വീട്ടിൽ 27 വയസ്സുള്ള സുഹൈബാണ് പോലീസ് വലയിലായത്. പ്രതി 8ഓളം ക്രിമിനൽ കേസുകളിലും കാപ്പ ചുമത്തിയയാളുമാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കോങ്ങാട് SHO B. പ്രദീപ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോങ്ങാട് സബ് ഇൻസ്പെക്ടർ അതുൽ മോഹൻ, ASI പ്രശാന്ത്, ASI ജെയിംസ് ജോൺ, SCPO കൃഷ്ണകുമാർ, CPO ശിവദാസ്, CPO അബ്ദുൽ ഹക്കീം, CPO പ്രീണ, CPO ശ്യാം, CPO ശരത് എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ മലമ്പുഴ ജില്ലാ ജയിലിൽ റിമാൻഡ് ചെയ്തു. കുന്തകുളം പാറമ്പാടത്ത് സ്വകാര്യ ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. എരുമപ്പെട്ടി സ്വദേശി പണിക്ക് വീട്ടിൽ 73 വയസ്സുള്ള കുഞ്ഞുമൈദീനാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു അപകടം. കോങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ പ്രധാന പാതയായ പുളിയങ്കോട് റോഡിൻ്റെ അരികുവശത്ത് മണ്ണൊലിച്ചു പോയി ഗർത്തം രൂപപ്പെട്ടത് വാഹനയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. മഴ പെയ്താൽ ഗർത്തത്തിൻ്റെ വലിപ്പം കൂടുമെന്നും ഇത് തൊട്ടടുത്തുള്ള പാലത്തിന് ഭീഷണിയാകുമെന്നും ഭാരം കയറ്റി പോകുന്ന വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നത് നിയന്ത്രിക്കണമെന്നും DCC സെക്രട്ടറിയും വാർഡ് മെമ്പറുമായ CN ശിവദാസ് ആവശ്യപ്പെട്ടു. റോഡരികിലെ അപകടകരമായ നിരയുള്ള ഗർത്തം കോൺക്രീറ്റ് മിശ്രിതം ചേർത്ത് തൂർത്ത് നേരെയാക്കി വാഹന ഗതാഗതം സുരക്ഷിതമാക്കണമെന്ന് വാർഡ് മെമ്പർ ശോഭ വാസുദേവൻ പറഞ്ഞു. സുരക്ഷാ ഭീഷണി സംബന്ധിച്ച മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് ഭരണസമിതിക്ക് പരാതി നൽകി. വാർഡ് മെമ്പർമാരും കോൺഗ്രസ് കമ്മിറ്റി നേതാക്കളുമായ TV രാമദാസ്, TU മുരളീകൃഷ്ണൻ, VM രാജേഷ്, കുന്നത്ത് രവീന്ദ്രൻ തുടങ്ങിയവരും സ്ഥലം സന്ദർശിച്ചു. പഞ്ചായത്ത് ഉടൻ നടപടികൾ സ്വീകരിക്കണമെന്ന് DCC സെക്രട്ടറി ശിവദാസ് ആവശ്യപ്പെട്ടു. പുളിയങ്കാടിലേക്ക് പോകുന്ന മെയിൻ റോഡാണ്. ഈ മെയിൻ പാതയിൽ ആരംഭിക്കുന്ന മാഞ്ചേരിക്കാവ് പ്രദേശത്തിന് താഴെ കുറവത്തൊടി കഴിഞ്ഞ് ഉള്ള പ്രധാന കൾവർട്ട്, ആ കൾവർട്ടിന് സമീപം പോകുന്ന കാരാണി തോടിൻ്റെ ഭാഗത്ത് റോഡിൻ്റെ സൈഡ് ഇടിഞ്ഞ് വലിയ ഓവായി, അതൊരു തുരങ്കമായി, ഒരു ഗർത്തമായി രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് വാഹന ഗതാഗതത്തിനും കാൽനട യാത്രയ്ക്കും ദുഷ്കരമാകുന്ന രീതിയിലും വലിയ അപകടങ്ങൾക്ക് സാധ്യതയുള്ള വിധത്തിലുമാണ് ഈ ഇപ്പോഴത്തെ സ്ഥിതി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വടനകുറിശി അറബി കലാസമിതി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ബാലവേദി കുട്ടികൾക്കായി അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. മെയ് 20 മുതൽ 24 വരെയാണ് ക്യാമ്പ് നടത്തുന്നത്. കഴിഞ്ഞ വർഷവും വളരെ വിജയകരമായി നടത്താൻ കഴിഞ്ഞെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വടനകുറിശി അറബി കലാസമിതി ഗ്രന്ഥശാലയിൽ അറബി ബാലവേദി കുട്ടികൾക്കായാണ് മെയ് 20 മുതൽ 24 വരെ അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. 5 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ കുട്ടികളാണ് പങ്കെടുക്കുക. മലയാളം, ഇംഗ്ലീഷ്, ഗണിതം, ശാസ്ത്രം പരിശീലനങ്ങൾ, ചെസ്, മൊബൈൽ ദുരുപയോഗം, നാടൻപാട്ടുകൾ, പുസ്തക വായന, വായനക്കളരി തുടങ്ങി കളിയും കാര്യവുമായി നടത്തുന്ന ക്യാമ്പിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 കുട്ടികൾക്കാണ് അവസരം. പേര്, ക്ലാസ്, ഫോൺ നമ്പർ, അഡ്രസ്സ് എന്നിവ സഹിതം രജിസ്റ്റർ ചെയ്യണം. 20-ാം തീയതി വൈകിട്ട് 4 മണിക്ക് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ദിവസവും വൈകിട്ട് 4 മുതൽ രാത്രി 8 വരെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുക. കഴിഞ്ഞ വർഷവും വിജയകരമായി ക്യാമ്പ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞെന്ന് ഹരിദാസൻ മാസ്റ്റർ പറഞ്ഞു. അറബി കലാസമിതി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ വർഷം വളരെ വിജയകരമായി നടപ്പാക്കിയ അവധിക്കാല ക്യാമ്പ്, ബാലവേദിയുടെ അവധിക്കാല ക്യാമ്പ് ഇത്തവണയും 20/5/2026 മുതൽ 24/5/2026 വരെ 5 ദിവസങ്ങളിലായിട്ട് അറബിയിൽ നടത്തപ്പെടുകയാണ്. കല, സാഹിത്യം, അതേമാതിരി വിവിധ വിഷയങ്ങൾ, മലയാളം, ഇംഗ്ലീഷ്, ഗണിതം, ശാസ്ത്രം
വിവിധ കളികൾ, വിവിധ കാര്യഗൗരവമുള്ള കാര്യങ്ങൾ, മൊബൈൽ തെഫ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇങ്ങനെ വിവിധ വിഷയങ്ങളിലായിട്ട് 5 ദിവസങ്ങളിലായി വൈകുന്നേരം 4 മണി മുതൽ 8 മണി വരെ നടക്കുന്ന ക്യാമ്പിൻ്റെ ഉദ്ഘാടനം 20/5/2026 വൈകിട്ട് 4 മണിക്ക് പോങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PP വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി പ്രസിദ്ധ സാഹിത്യകാരൻ ശ്രീ ആര്യൻ കണ്ണന്നൂർ പങ്കെടുക്കുന്നതാണ്. താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെയും പഞ്ചായത്തിൻ്റെയും വിവിധ മെമ്പർമാരുടെ എല്ലാവരുടെയും സാന്നിധ്യം ഈ ക്യാമ്പിൽ ഉടനീളം എല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്നതാണ്. വിവിധ വിഷയങ്ങളായി നടക്കുന്ന ക്യാമ്പിൽ ആദ്യ ദിനത്തിൽ അക്ഷരച്ചപ്പ് എന്ന പേരോടുകൂടി മലയാളം ക്ലാസ്സിന് തുടക്കമാകുമെന്ന് രമേശ് പറഞ്ഞു. 5 ദിവസമായി സംഘടിപ്പിക്കുന്ന ഈ ക്യാമ്പിൽ വായനക്കളരി ഉൾപ്പെടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ക്യാമ്പ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ആദ്യ ദിവസം മലയാള ക്ലാസ്സിന് പ്രസക്തി നൽകിക്കൊണ്ട് അക്ഷരച്ചപ്പ് എന്ന ഒരു ക്ലാസ്സാണ്. അത് നയിക്കുന്നത് മനോഹർ മാസ്റ്ററാണ്. രണ്ടാമത്തെ ദിവസമായ 21-ാം തീയതി വ്യാഴാഴ്ച ഇംഗ്ലീഷ് അടിസ്ഥാനമാക്കിയുള്ള റീഡേഴ്സ് തിയേറ്റർ, ഒരു ഇംഗ്ലീഷിൻ്റെ തിയേറ്റർ വർക്ക്ഷോപ്പ് ക്ലാസ്സാണ്. ആ ക്ലാസ് നയിക്കുന്ന സംഗീത ടീച്ചറും ദീപ ടീച്ചറും കൂടിയാണ്. മൂന്നാമത്തെ ദിവസം വെള്ളിയാഴ്ച 22/5/26 ശാസ്ത്ര കൗതുകം, സയൻസിനെ അടിസ്ഥാനമാക്കിയുള്ള ലഘു പരീക്ഷണങ്ങളൊക്കെ ചേർത്തുകൊണ്ടുള്ള വളരെ കുട്ടികൾക്ക് ആസ്വാദ്യകരമായും അല്ലെങ്കിൽ വളരെ കൗതുകവും താല്പര്യവും ഉളവാക്കുന്ന ഒരു ശില്പശാലയാണ്. 4-ാം ദിവസമായ ശനിയാഴ്ച നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഗണിതശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ലളിതം എന്നുള്ള ഒരു ക്ലാസ്സാണ്. അത് നയിക്കുന്ന പ്രവീൺ മാസ്റ്ററാണ്. ന്യൂസ് സെന്റർ ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 13ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തതിലും UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ ഏറിയതിലും നാടെങ്ങും UDFിൻ്റെ നേതൃത്വത്തിൽ വിജയാഹ്ലാദ പ്രകടനങ്ങൾ. വിജയം പങ്കുവച്ചത് പായസം നൽകിയും ലഡു വിതരണം ചെയ്തു. വാദ്യമേളങ്ങൾ ആഹ്ലാദ പ്രകടനങ്ങൾക്ക് മാറ്റുകൂട്ടി. സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിന് പ്രവർത്തകർ പ്രകടനങ്ങളിൽ അണിനിരന്നു. മാത്തൂരിൽ ഇറാൻ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ 13 വൃക്ഷത്തൈകൾ നട്ട് മന്ത്രിസഭയെ വരവേറ്റു. ചെറുതുരുത്തിയിൽ ആഹ്ലാദ പ്രകടനത്തിനിടെ പടക്കം പൊട്ടി UDF പ്രവർത്തകന് പരിക്കേറ്റു. തൃശൂർ എരുമപ്പെട്ടി കടങ്കോട് മില്ല് സെന്ററിൽ UDF ആഹ്ലാദ പ്രകടനത്തിനിടെ പടക്കം തെറിച്ചു വീണ് വ്യാപാരിക്ക് പരിക്ക്. യുവാവിനെ ചുറ്റികൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സ്റ്റേഷൻ റൌഡിയും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ ജിതിനെ തൃശൂർ റൂറൽ പോലീസ് പിടികൂടി. പ്രതി റിമാൻഡിൽ. സാക്ഷിയെ ആക്രമിച്ച കേസിൽ 9ഓളം ക്രിമിനൽ കേസിലെ പ്രതിയായ സ്റ്റേഷൻ റൌഡി ജാസിമിനെ പോലീസ് പിടികൂടി. ഷൊർണൂർ ഗുരുവായൂരപ്പൻ നഗറിൽ അടച്ചിട്ട് വീടിന്റെ പൂട്ട് തകർത്ത് പണവും വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറും മോഷ്ടിച്ച കേസിലെ പ്രധാന പ്രതി ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് കഞ്ചാവ് വിൽക്കാനായി എത്തിയ യുവാവ് കോങ്ങാട് പോലീസിന്റെ വലയിൽ. കുന്നംകുളം പാറയമ്പാടത്ത് സ്വകാര്യ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. എരുമപ്പെട്ടി സ്വദേശി പണിക്കെ വീട്ടിൽ 73 വയസ്സുള്ള കുഞ്ഞുമൈദീൻ ആണ് മരിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വാർത്ത വൈകിട്ട് 6 മണിക്ക്. നമസ്കാരം.